സിറിയയിൽ നിന്നും പുടിൻ പഠിച്ച പാഠം. നമ്മൾ സിറിയയിൽ ഇപ്പം നടക്കുന്ന സംഭവവികാസങ്ങൾ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. കാരണം ഒരു രാജ്യത്തെ കുറേ തീവ്രവാദികൾ കയറിയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ കയറി പിടിക്കുക എന്നെല്ലാം പറഞ്ഞാൽ, കാരണം അതിന് റഷ്യയുടെ പിൻബലമുണ്ട്, ഇറാൻ്റെ ഉണ്ട്, ഹെസബുള്ളയുണ്ട്, പിന്നെ ആസാദിൻ്റെ സൈന്യമുണ്ട്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കയറി പിടിക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ്. ഇവിടെയാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, സിറിയയിൽ നിന്നും പുടിൻ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കാരണം റഷ്യ എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചു. പണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് എല്ലാവരും തിരിഞ്ഞപ്പോൾ നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം തിരിഞ്ഞിരുന്നു. റഷ്യ ഒറ്റക്ക്, റഷ്യയും ഹെസബുള്ളയും ഇറാനുമെല്ലാം സഹിച്ച റഷ്യ തന്നെയാണ് പ്രധാനം. ഹെസബുള്ളയും ആസാദിന് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അവർ ആയുധമെല്ലാം കൊടുത്ത് സഹായിക്കുകയല്ല ചെയ്തത്, നേരിട്ട് ഇറങ്ങിയിട്ടാണ്, ആയുധം എല്ലാം ഉപയോഗിച്ചിട്ടാണ് ആസാദിനെ രക്ഷിച്ച് ആ സ്ഥാനത്തിരുത്തിയത്. എന്തിനു വേണ്ടി? റഷ്യക്കൊരു വലം കൈയായിട്ട് ആ രാഷ്ട്രം ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കൂ. ഇത്രയും ത്യാഗം സഹിച്ചിട്ടൊരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തിട്ട്, അതും ഒരു മുസ്ലിം രാഷ്ട്രമാണ് എന്ന നിലയിൽ ചിന്തിക്കാം. ആ ഒരു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിലെ ഹമാസിലെ ജനങ്ങളെല്ലാം എത്രയോ മനുഷ്യരെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഹെസബുള്ളയും ഒന്നുമല്ലാത്ത ഹൂത്തികളെല്ലാം ഇസ്രയേലിനെതിരായി ഇത്രയും പോരാടുന്നത്. ലോക മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചു. റഷ്യ ഇറങ്ങിത്തിരിക്കും, ഹമാസ് ഇറങ്ങിത്തിരിക്കും. ഹമാസിന് അതിന് വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. ഹമാസിൻ്റെ നേതാക്കളെയെല്ലാം കുറേ പേരെ വധിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ സിറിയ ആസാദ് ആ സേന എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം പേരിനെങ്കിലും, കുറേ പേരെല്ലാം പേരിനെങ്കിലും ഇപ്പുറത്ത് നിന്നിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നിന്നിരിക്കുന്നത്. 100% എന്നൊന്നും പറയില്ല. മനസ്സിൽ 100% ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല. എന്തായാലും ഒത്തിട്ടുണ്ട്. അപ്പം റഷ്യയിൽ ഏറ്റുമുട്ടുമ്പോൾ ഹമാസിന് വേണ്ടി, ഹമാസല്ല ആസാദിന് വേണ്ടിയിട്ടാണ് ത്യാഗം സഹിച്ചത്. എന്നിട്ട് ഹമാസല്ല, ഹെസബുള്ള ആസാദിന് വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗങ്ങളെല്ലാം സഹിച്ചത്. എന്നിട്ട് ആ ഹെസബുള്ളയുടെ നേതാക്കന്മാരെ കൊല്ലുമ്പോഴും സിറിയ നോക്കിയിരിക്കുകയായിരുന്നു. സിറിയ നോക്കിയിരിക്കുക മാത്രമല്ല, സിറിയയിലും ബോംബിട്ടു ഇസ്രയേൽ. എത്രയോ മിസൈലുകൾ സിറിയയിലേക്കും അയച്ചു. ഡമാസ്കസിൽ തന്നെ വന്നു വീണു. എന്നിട്ടും പ്രതികരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ആവശ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ ത്യാഗം സഹിച്ചത് റഷ്യ? ഇത്തരം ഒരു ഏറ്റുമുട്ടൽ ലോകത്തിൽ നടക്കുമ്പോൾ റഷ്യക്ക് ആ അവസരത്തിൽ കൈത്താങ്ങായിട്ട് നിൽക്കുകയാണെങ്കിൽ, കാരണം റഷ്യക്ക് ഹൂത്തികൾ എന്താ ഉള്ളത്? വളരെ ചെറിയൊരു വിഭാഗമല്ലേ. അവർക്കും ആയുധങ്ങൾ എവിടെ നിന്നല്ലോ എത്തുന്നുണ്ട്. അവർ ആയുധങ്ങളില്ല.
അതുപയോഗിച്ചിട്ട് അവർ പോരാടുകയാണ്. അതുപോലെ സിറിയയിലുള്ള ഒരു സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിന് റഷ്യക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഹെസബുള്ളക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇറാൻ അനുകൂലമായിട്ട് അവരാണല്ലോ സഹായിച്ചത്. അവർക്കൊരു സപ്പോർട്ട് എന്ന നിലയിലെങ്കിലും എതിർക്കാൻ തയ്യാറായി നിന്നിരുന്നുവെങ്കിൽ ആയുധങ്ങൾ ഇഷ്ടമാരി കൊടുക്കുമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു കക്ഷിയെ താങ്ങി നടക്കേണ്ട ആവശ്യം എന്താണ് പുടിനുള്ളത്? പുടിൻ അത് ചിന്തിക്കില്ല, ഹെസബുള്ള ചിന്തിക്കില്ലേ, ഇറാൻ ചിന്തിക്കില്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ത്യാഗമെല്ലാം ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തത്? ഒരു സഹായം ചെയ്തില്ല. ആ ഡമാസ്കസിൽ ബോംബ് വീഴുമ്പോഴും ഇസ്രായേലിൻ്റെ ബോംബ് പതിക്കുമ്പോഴും മിസൈൽ പതിക്കുമ്പോഴും റഷ്യ വേണ്ടിക്ക് അറ്റാക്ക് ചെയ്തോ? നമ്മൾ മിണ്ടൂല എന്നുള്ള പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. ഒരു മിസൈൽ പോകുമ്പോഴെങ്കിലും ചെയ്യാൻ പാടില്ല, നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറയാൻ കാരണം ഇത്രയും കുറച്ച് പേര് ഉള്ള ഈ തീവ്രവാദികൾക്ക് ഇത്രയും ആക്റ്റീവായിട്ട് ഇറങ്ങാൻ പറ്റുന്നു. ഹൂത്തികൾ അവിടെ കുറച്ച് പേരേ ഉള്ളൂ. അവർ ഇത്രയും ഒന്നുമില്ലാതായിട്ടും അവർ ഇത്രയും ധീരത പ്രകടിപ്പിക്കുന്നു. അതേസമയം ഒരു സിറിയ ഒന്നുമില്ലാതെ ഒരു റബ്ബർ സ്റ്റാമ്പ് മാറി നിൽക്കുമ്പോൾ പുടിൻ പിന്നെ എന്തിനാണ് ഇത് താങ്ങുന്നത്? അതിൽ എത്രയോ നല്ലത് പുടിൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഈ തീവ്രവാദികളാണ് വന്നിരിക്കുന്നത് തന്നെയാണ്. തീവ്രവാദികൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇറാഖിലുള്ള പണ്ട് ഇറാഖെല്ലാം റഷ്യക്കെതിരായിരുന്നു, അമേരിക്കൻ പക്ഷത്തായിരുന്നു. പിന്നെ അഫ്ഗാനിസ്ഥാൻ. ഇപ്പോഴെന്താണ്? അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷേ നല്ല ധീരമായിട്ട് അവരുടെ കാര്യത്തിൽ ഉറച്ച് സംസാരിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടെല്ലാം തന്നെയാണ് അവർ നിൽക്കുന്നത്. അവർക്ക് അതിനുള്ള ഒരു രാഷ്ട്രീയ നേതാവാകുമ്പം അതിനുള്ള ഒരു തൻ്റെയും അവസരത്തിന് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവെല്ലാം വേണം. കാരണം ഇത്രയും വലിയ ത്യാഗങ്ങൾ ഇവർ സഹിക്കുമ്പോൾ അവർക്കൊരാപത്തുണ്ടാകുമ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭരണത്തെ അങ്ങനെ ഒരു കക്ഷിയെ എന്തിനാണ്? പക്ഷെ തള്ളാനൊന്നും പറ്റില്ല. പക്ഷേ അതിലും എത്രയോ ബെറ്റർ തന്നെയായിരിക്കാം ഇവർ കയറുന്നത് തന്നെ. ഇവർ തീവ്രവാദിയോ ഒന്നുമില്ലെങ്കിൽ ആ ഒരു വീരശൂര പരാക്രമെങ്കിലും അവരിലുണ്ടല്ലോ. തീവ്രവാദി ആണെങ്കിലേ എന്തുവാകട്ടെ, അവർക്ക് ആ ധീരതയുണ്ട്, പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആസാദിരിക്കുന്നതിനെ കാട്ടി എത്രയോ ബെറ്ററാണ് ഇവർ അവിടെ ഇരിക്കുന്നത്. അതിന് കാലം തെളിയിക്കാൻ പോവുകയാണ്. എന്തായാലും ആസാദിനെ കാട്ടി എത്രയോ ബെറ്ററായിരിക്കും ഇവർ. അതിനുള്ള തൻ്റെ കുറേ കാരണം ഇത്രയും ഇവർ പ്രകടിപ്പിച്ചല്ലോ. പക്ഷെ ആസാദ് എന്താണ് പ്രകടിപ്പിച്ച? റഷ്യയും ഇറാനും എല്ലാം പിൻവാങ്ങിയപ്പോൾ സൈന്യം മിണ്ടിയില്ല. സൈന്യം എന്തോ ചെയ്തോന്ന് പോലും അറിയില്ല. പിന്നെ ഈ സേന എന്തിനാണ്? എത്ര വർഷമായി ആ രാജ്യത്തിൻ്റെ തലപ്പത്തിരുത്തിയിട്ട്? ഇങ്ങനെയൊരു ഭരണാധികാരി ഒന്നിനും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയുള്ള അവിടുത്തെ പട്ടാളവും അതേ ടൈപ്പ് പ്രതികരണശേഷിയില്ല. അതെന്താ ചെയ്തതെന്ന് വരാൻ ഒരു 1-2 ദിവസം കൊണ്ട് ഒരു രാഷ്ട്രം പിടിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടിയാണ് റഷ്യക്ക് ഇങ്ങനെ ഒരു കക്ഷീനെ? അത് വലിയൊരു റഷ്യ ഒരു പാഠം പഠിച്ചു. റഷ്യ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. അവര് ഇപ്പം ബെലാറസ് എല്ലാം ഉള്ള രാഷ്ട്രങ്ങൾ, കൊറിയ, അവരെല്ലാം ഉള്ള പോലെ ഒരു ധീരമായ ഒരു രാഷ്ട്രമായിട്ട് സിറിയ മാറും എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ധീരമായ കുറേ സേനകളെയെല്ലാം സംഘടിപ്പിച്ചിട്ട് ആ ഹെസബുള്ളേൻ്റെ എല്ലാം നേതാക്കന്മാരെ കൊള്ളുമ്പോൾ ധീരമായ ഒരു പ്രകടനം നടത്തിയിരുന്നുവെങ്കിൽ, ഒരു പ്രസ്താവനയും പഠിച്ചിരുന്നെങ്കിൽ, സ്വന്തം നാട്ടിൽ ബോംബ് വീഴുമ്പോഴും ഉണ്ടാണ്ടിരുന്ന പാർട്ടി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് റഷ്യ പിൻവാങ്ങിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് ഇറാൻ ഒന്നും തലയിടാടുന്നത്? ഇങ്ങനെ ഒരാളെ അവിടെ കിട്ടിയിട്ട് എന്താണ് കാര്യം? അതിലും നല്ലത് എത്രയോ ബെറ്റർ ഇവർ കയറുന്നത് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിലും ബെറ്റർ തന്നെയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് റഷ്യ പിന്മാറിയതും ഇറാൻ പിന്മാറിയതും
എല്ലാം പിന്നിലുള്ള ഒരു കാര്യം ഈ പാഠമാണ്. അവരൊരു പാഠം പഠിച്ചു. ആർക്ക് വേണ്ടി? പണ്ട് കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ യാദവർക്ക് വേണ്ടിയിട്ടെല്ലാണ് എല്ലാം പോരാടിയത്. യാദവർക്ക് വേണ്ടിയാണ് കൃഷ്ണൻ ജീവിച്ചത് എന്ന് തന്നെ പറയാം. പക്ഷേ അവസാനം യാദവർ തമ്മിൽ തല്ലുമ്പോൾ കൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്, എന്ത്, ഇവർക്ക് വേണ്ടിയാണല്ലോ ഞാനിതെല്ലാം കാട്ടിപ്പണ്ട്. അവസാനം യാദവർ തമ്മിൽ തല്ലി മരിക്കുമ്പോൾ കൃഷ്ണൻ ചോദിച്ചു, ഇവർക്ക് വേണ്ടിയാണല്ലോ ഞാനിതെല്ലാം പാടുപെട്ടത്. അതുപോലെ റഷ്യക്കും ബോധ്യമായി ഇങ്ങനെ ഒരു കക്ഷിക്ക് വേണ്ടിയാണല്ലോ ഞാൻ മാത്രമല്ല ഹെസബുള്ളയും ഇറാനുമെല്ലാം ഇത്രയും വലിയ ത്യാഗങ്ങൾ സഹിച്ചത്. അതാണ് സിറിയയിൽ നിന്നും പുടിൻ പഠിച്ചിരിക്കുന്ന പാഠം. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പുടിൻ കടന്ന് ചിന്തിച്ചിട്ടുള്ളത്. ഇതിലും എത്രയോ ബെറ്റർ ആണെന്ന് തന്നെ പുടിൻ ചിന്തിച്ചിരിക്കും. ഇതിലും എത്രയോ ബെറ്റർ ആയിരിക്കും ഈ വരുന്ന പാർട്ടികൾ അവിടെ കയറിയിരിക്കുന്നത്. ഏത് ഈ തീവ്രവാദികളാണെങ്കിലും ഈ ആസാദിരിക്കുന്നതിൽ എത്രയോ ബെറ്റർ ആയിരിക്കുമെന്ന് പുടിന് തോന്നിയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്നും പിന്മാറിയത്. ഒന്നും കണ്ടില്ല എന്ന് വെച്ച് ഇരുന്നത്. ഇനി എന്ത് എന്നുള്ളതെല്ലാം നമ്മൾ ചരിത്രം തന്നെ നമുക്ക് എല്ലാം തെളിയിച്ചു തരും. ചരിത്രം നമ്മളെ പല സത്യങ്ങളും പഠിപ്പിക്കും. പല ചരിത്ര സത്യങ്ങളും ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അന്തം വിട്ടുപോകും. കാരണം ചരിത്രം അങ്ങനെയല്ലാണ് പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ചരിത്രങ്ങളിലൂടെ വേണം നമ്മൾ സിറിയയിലുള്ള ഭാവി കാര്യങ്ങളെല്ലാം വിലയിരുത്തുവാൻ. അതെന്തായാലും ഇതുവരെയുള്ള ഒരവസ്ഥയിലായിരിക്കില്ല ഇനിയുള്ള സിറിയ. ഇന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിറിയ ഒന്നുമില്ല. വെറുതെ റഷ്യ ഒരാളെ പിടിച്ച് അവിടെ ഇരുത്തി. റഷ്യ മാത്രമല്ല, ഹെസബുള്ളയും റഷ്യയും ഇറാനെല്ലാം കൂടിയിട്ട് ഒരു കക്ഷീനെ അവിടെ പിടിച്ചിരുത്തി. അങ്ങനെ അതേ പരിപാടിയിരുന്നു. ഒരു ഗുണവുമില്ലാത്തത്. അപ്പം ഏതായാലും അങ്ങനെയാവില്ല എന്ന ഉത്തമ ബോധ്യമാക്കേണ്ടത് ഉണ്ടാകും. പുടിനും മറ്റുള്ളവർക്കെല്ലാം ഉണ്ടാകും.